തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി 60-കാരനായ സുനിൽകുമാറാണ് മരിച്ചത്. മകൻ സിജോ സുനിൽകുമാറിനെ കമ്പുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. എന്നാൽ കാൽവഴുതി വീണെന്നാണ് സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് തൊട്ടുമുൻപ് ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം ഇയാൾ പറയുകയായിരുന്നു. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന സിജോ വീഡിയോ ഗെയിമിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഇയാൾ മാതാപിതാക്കളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 11-നാണ് സുനിൽകുമാറിനെ മകൻ സിജോ ക്രൂരമായി ആക്രമിച്ചത്. വീഡിയോ ഗെയിമുകൾക്ക് അടിമയായ സിജോ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം മൂലം മനോനില തെറ്റി മാതാപിതാക്കളെ മർദ്ദിക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ബേക്കറി ഉടമ കൂടിയായ സുനിൽകുമാർ മകന്റെ ആക്രമണം ഭയന്ന് ഭാര്യയ്ക്കൊപ്പം കാഞ്ഞിരംകുളത്ത് വീട് വാടകയ്ക്കെടുത്ത് മാറിയിരുന്നു. നെയ്യാറ്റിൻകര വെൺപകൽ പട്ടിയക്കാലയിലുള്ള സുനിൽകുമാറിന്റെ വീട്ടിൽ സിജോ മാത്രമായിരുന്നു താമസം. എല്ലാ ദിവസവും പതിവ് തെറ്റിക്കാതെ സുനിൽകുമാർ മകന് ഭക്ഷണം എത്തിക്കാറുണ്ടായിരുന്നു. ഭക്ഷണം എത്തിക്കുമ്പോഴൊക്കെ പ്രകോപനം കൂടാതെ സിജോ പിതാവിനെ മർദ്ദിക്കുമായിരുന്നു. ഒടുവിൽ കമ്പുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുനിൽകുമാർ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കാൽ വഴുതി പടിയിൽ നിന്ന് വീണെന്നായിരുന്നു സുനിൽകുമാർ ആശുപത്രിയിൽ പറഞ്ഞിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് തൊട്ടുമുൻപ് ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. സുനിൽകുമാർ മരിച്ചതോടെ നെയ്യാറ്റിൻകര പോലീസ് സിജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഞാൻ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്ത് ഈ കുട്ടിയെ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങുകയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഏകദേശം അവന് 1 മന്തോളം പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും മെഡിസിൻ എടുക്കുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന് മനസ്സിലാക്കിയത് അവൻ മെഡിസിൻ ഒന്നും കറക്റ്റ് ടൈമിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ സിജോ ഇതുവരെ മരിച്ചില്ലേ എന്ന് പിതാവിനോട് ചോദിച്ചതായി സൂചനയുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ആക്രമണം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. 19 വയസ്സാണ് സിജോയ്ക്ക്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും വീഡിയോ ഗെയിം ആസക്തിയും മൂലം ഇയാളുടെ മനോനില തകരാറിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.